സ്വപ്നം കാണുമായിരിക്കും. അതെ, എന്താ എനിക്ക് സ്വപ്നം കണ്ടൂടെ? നിനക്ക് മാത്രമേ പാടുള്ളൂന്നുണ്ടോ? അയ്യോ അല്ല, നിനക്ക് എത്ര വേണമെങ്കിലും കാണാം. പക്ഷേ കാണുമ്പോ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചിരിക്കണം, കാണുന്നൊന്നും നടക്കണമെന്നില്ല. കുറച്ച് സ്വപ്നം കണ്ട കുറച്ച് മാത്രം സങ്കടപ്പെടാം. കൂടുതൽ കണ്ടാലേ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. ഭീഷണിയാ? ഒരിക്കലുമല്ല, ഒരു മുന്നറിയിപ്പ്. എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യാറുള്ളൂ. നീ എന്ത് ചെയ്യും? കൊല്ലുവോ? എന്നാ കൊല്ലടാ, ഞാനിങ്ങനെ കൈയും കെട്ടി നിന്ന് തരാം. കൊല്ലടാ, ഞാനാണല്ലോ ഇപ്പൊ നിന്റെ ശത്രു. എന്നെ നീ കൊല്ല്. മോനെ ശരത്തെ, പലരോടും നീ ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. അവരൊക്കെ നീ പറയുന്നത് കേട്ട് പേടിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. കഴുത്തിന് ഒരു പിടി പിടിക്കും. നീയല്ല, മരിച്ചുപോയ നിന്റെ മാതാപിതാക്കള് വരെ കണ്ണും തൂറിച്ചിങ്ങനിരിക്കും. ഒരു തുള്ളി ശ്വാസത്തിന് വേണ്ടി പീഡയും. എന്താ കാണണോ? വേണ്ടി വന്ന ശ്രുതി പോയടത്തേക്ക് നിന്നെ പറഞ്ഞു വിടാൻ എനിക്ക് പറ്റും. എന്നാ ചേടാ, ചെയ്ത് കാണിക്കേ. എങ്കിൽ നീ ആണാണെന്ന് ഞാൻ പറയും. മുത്തശ്ശി, മുത്തശ്ശി, അമ്മേ, മുത്തശ്ശി, അമ്മേ, അയ്യോ അയ്യോ അമ്മേ, അമ്മേ മുടി എന്താ കാണിക്കുന്നത്? എന്താ ശരത്തെ? എനിക്കറിയില്ല അമ്മേ, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഇവര് വന്നെ വെറുതെ തല്ലി. ഞാൻ തല്ലിനോ? എന്താ മോളെ, എന്താ കാര്യം എന്ന് പറ. എന്താ പ്രശ്നം? അച്ഛൻ, ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഇവനാ വന്നിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കിയത്. എന്നിട്ട് ഞാൻ തല്ലീന്ന്. എന്തിനായി നുണ പറയുന്നേ? ഞാൻ കൊല്ലാൻ നോക്കിയെന്നോ? അങ്ങനെ വല്ലതും നോക്കിയാ ബാക്കിയുണ്ടോ നിങ്ങള്? നിങ്ങളല്ലേ എന്നെ തലങ്ങും വലങ്ങും താഴെയിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തത്. നീയല്ലടാ എന്റെ കഴുത്തിന്. മതി തർക്കിച്ചത്. എനിക്ക് മനസ്സിലായില്ല. ദേ, ഇവക്ക് ഭ്രാന്ത. ഇടി, കല്യാണം ആയില്ലേ? ഇനിയെങ്കിലും ഈ വീട്ടിലുള്ളവർക്ക് സ്വസ്ഥത സമാധാനം തന്നൂടെ? അമ്മ, ഞാനല്ല അമ്മ, ഇവനെല്ലാം തുടങ്ങി വെച്ചത്. ഞങ്ങൾ കണ്ടതല്ലേ നീ എന്താ ചെയ്തെന്ന്. കരഞ്ഞത് ഇവൻ തന്നെ. പിന്നെങ്ങനെയാ ഇവൻ നിന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത്? ഞാൻ അന്നേ പറഞ്ഞില്ലമ്മേ, ഇവരുടെ ദേഹത്തെ ബാധ കൂടിയിട്ടുണ്ട്. ദേവിക ഒരു അക്ഷരം മിണ്ടരുത്. കല്യാണം ആയിപ്പോയി. അല്ലെങ്കിൽ നിന്നെ ഈ നിമിഷം ഇവിടുന്ന് ഇറക്കി വിട്ടേനെ. പാർവതി, അമ്മ വന്നോണ്ട് എനിക്കെന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇല്ലെങ്കിൽ ഇവരെന്നെ കൊന്നേനെ. ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ പോയി കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ ദോഷം. ശരത്തെ മതി, നീ കൂടുതൽ വർത്താനം പറയണ്ട. കയറി പോവാൻ നോക്കും.
പറഞ്ഞ കേട്ടില്ലേ കേറി പോവാൻ. ഇനി നിന്നോട് പ്രത്യേകം പറയണോ? ഞാനല്ല അച്ഛൻ, ഞാനല്ല. എനിക്കെല്ലാം മനസ്സിലായി മോളെ. ഭാഗ്യം അവന് കരയാൻ തോന്നിയത്, അല്ലെങ്കിൽ ശരത്തിനെ വിടാതെ പിന്തുടരുക അച്ഛൻ. ഇങ്ങനെയായ കല്യാണം കഴിഞ്ഞാൽ അവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അപ്പോ മോളെ സഹായിക്കാൻ സിദ്ധു ഉണ്ടാകത്തില്ലേ? അവന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി മോളെ. മോള് സിദ്ധുവായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചപ്പോ തന്നെ അതിന്റെ അസ്വസ്ഥതയാണ് അവനെ കാണിക്കുന്നത്. എന്തായാലും വേറെ അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ. കല്യാണം വരെ മോള് മിണ്ടാതെ പിടിച്ചു നിൽക്കണം. ബാക്കി നമുക്ക് അതിനുശേഷം ആലോചിക്കാം. ആ മോള് കരയാതെ. എൻ്റെ മോള് കരഞ്ഞ അച്ഛന് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ മോള് ചെല്ലേ, പോയി ഈ മുഖമൊക്കെ ഒന്ന് കഴുകുക. ചെല്ലേ. പറയച്ച, ഞാൻ ജയിക്കണോ അതോ തോക്കണോ? തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ തോറ്റ അതിന്റെ നാണക്കേട് അച്ഛനും കൂടെ അല്ലേ? അതുകൊണ്ട് എനിക്ക് ജയിക്കണം. ജയിച്ചേ തീരൂ.